അനന്തപുരിയിൽ സെക്രട്ടേറിയറ്റിന്റെയും നിയമസഭാ മന്ദിരത്തിന്റെയും വിളിപ്പാടകലെ നടുറോഡിൽ മേയറും ഭർത്താവായ എംഎൽഎയും ചേർന്ന് കാട്ടിക്കൂട്ടിയ അധികാരഗർവിന്റെ നഗ്നതാണ്ഡവം ദിവസങ്ങൾ കഴിയും തോറും കൂടുതൽ സങ്കീർണമാവുകയാണ്. സാധാരണക്കാരിൽ ജനദ്രോഹ ഭരണത്തോടുള്ള അമർഷവും വേദനയും വളർത്തുന്നു. പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ പുരോഗമനവാദികളെന്നും തൊഴിലാളി പക്ഷമെന്നും ന്യൂനപക്ഷ സംരക്ഷകരെന്നും ഭാവിച്ച് കപട മുഖം മൂടി ധരിച്ച് കഴിഞ്ഞയാഴ്ച വരെ വർഗീയത ഇളക്കി നേട്ടമുണ്ടാക്കാൻ ശ്രമിച്ച സിപിഎമ്മിന്റെ ഇന്നത്തെ യഥാർത്ഥ ചിത്രം പുറത്തു കൊണ്ടുവന്നതാണ് തലസ്ഥാനത്ത് നടന്ന അഴിഞ്ഞാട്ടം. ഒരാഴ്ചക്കിടെ സിപിഎം തന്നെ സ്വന്തം മുഖം ജനങ്ങൾക്ക് മുന്നിൽ തുറന്നു കാട്ടിയ രണ്ടാമത്തെ സംഭവമാണിത്. കഴിഞ്ഞയാഴ്ചയാണ് ഇത് സംഭവിച്ചതെങ്കിൽ സർക്കാരിനെതിരെയുള്ള സുനാമിയായി ഇത് ആഞ്ഞടിച്ചേനെ. പാർട്ടിക്കൊപ്പം നിലകൊണ്ട് ഇടതുപക്ഷത്തിന് വോട്ട് ചാർത്തിയവർ പോലും എന്തെന്നില്ലാത്ത കുറ്റബോധത്തിലാണ്. ജീർണിച്ച പ്രസ്ഥാനത്തിന്റെ യുവതലമുറയിലെ നേതാക്കളുടെ ശൈലി ആർക്ക് എന്ത് പ്രചോദനമാണ് നൽകുന്നത്? നടുറോഡിൽ കുറ്റവിചാരണ ചെയ്യപ്പെട്ട ഒരു സാധാരണ ജോലിക്കാരന്റെ വേദനയൊന്നും തൊഴിലാളി മുഖംമൂടിധാരികളായ മുതലാളിമാരെ തെല്ലും വേദനിപ്പിക്കില്ല. സിപിഎം സംസ്ഥാന ആസ്ഥാനവും സംസ്ഥാന സെക്രട്ടറിയുടെയും ജില്ലാ സെക്രട്ടറിയുടെയും വസതികളും എല്ലാം നിലകൊള്ളുന്നതിന് സമീപത്തുണ്ടായ സംഭവത്തിൽ നേതാക്കൾ ഊറ്റം കൊണ്ടിരിക്കുകയാണ്. യുവ മേയറുടെ ആക്ഷന പിന്തുണയുമായി എല്ലാവരും അണിനിരന്നിട്ടുണ്ട്. ഏത് തെറ്റിനെയും ന്യായീകരിച്ച് സത്യമാക്കി മാറ്റുന്ന പിണറായി വിജയൻ എന്ന മുഖ്യന് മിണ്ടാട്ടവുമില്ല. സാർവദേശീയ തൊഴിലാളി ദിനത്തിൽ ഒരു കെഎസ്ആർടിസി തൊഴിലാളിയുടെ തൊഴിൽ നഷ്ടപ്പെടുത്തി ഉത്തരവിട്ട അധികൃതരുടെ തോന്നിയാസത്തിനെതിരെ ചെറുവിരൽ അനക്കാതെ പ്രതിപക്ഷം പോലും വെറും കാഴ്ചക്കാരായി. മേയറും ഭർത്താവായ ഭരണകക്ഷി എംഎൽഎയും ചേർന്ന് അനധികൃതമായി അധികാരം കയ്യിലെടുത്ത് കെഎസ്ആർടിസി ഡ്രൈവറെയും അതിലെ യാത്രക്കാരെയും പീഡിപ്പിക്കുകയും അസാധാരണമാം വിധം നഗരസഭാ കൌൺസിൽ യോഗം വിളിച്ച് എംപാനൽ ജീവനക്കാരനായ ഡ്രൈവറെ പിരിച്ചുവിടുകയും ബസ്സിലെ അതിക്രമം മറച്ചുപിടിക്കാൻ അതിലെ വിലപ്പെട്ട മെമ്മറി കാർഡ് മോഷ്ടിക്കുകയും ചെയ്തിട്ട് പ്രതിപക്ഷം എന്തു ചെയ്തു? പ്രതിപക്ഷത്തെ ഒറ്റപ്പെട്ട ചില പ്രതികരണങ്ങൾ ഒഴിച്ചാൽ കോവളം എംഎൽഎ എം വിൻസെന്റ് മാത്രമാണ് ഇതിനെതിരെ ശക്തമായി പ്രതികരിച്ചത്. മാധ്യമങ്ങളും പ്രതികരണശേഷി നഷ്ടമാകാത്ത ജനങ്ങളും ഒറ്റക്കെട്ടായി രംഗത്ത് വന്നപ്പോഴാണ് പേരിനെങ്കിലും അന്വേഷണ പ്രഹസനവുമായി പോലീസ് രംഗത്ത് എത്തിയത്. ഈ ഭ്രാന്തൻ നടപടി കേരളം എങ്ങനെ പൊറുക്കും? വകതിരിവ് തീരെയില്ലെന്ന് തെളിയിച്ച ഒരു കുട്ടി മേയറും ഭർത്താവും വിചാരിച്ചാൽ ഇവിടെ എന്തും നടക്കുമെന്നാണോ? വെള്ളരിക്ക പട്ടണമാക്കാമെന്നാണോ? ഈ പദവികളിൽ ഇരിക്കുന്നവരിൽ നിക്ഷിപ്തമായിരിക്കുന്ന അധികാരം എന്തും ചെയ്യാനുള്ള ലൈസൻസ് ആണോ? ഇതുക്കും മേലെയുള്ള അധികാരം ഇവർക്ക് കൊടുത്തിരുന്നെങ്കിൽ നിസ്സഹായരായ മനുഷ്യർക്ക് എന്തു സംഭവിച്ചേനെ? തുടലൂരി വിട്ടിരിക്കുന്ന അധികാരപ്രമത്തതയെ പിടിച്ചുകെട്ടാൻ ഇവിടെ ആരുമില്ലെങ്കിൽ ഈ നാട് അരാജകാവസ്ഥയിലേക്ക് നീങ്ങും. ഇതെല്ലാം വെറും കൗതുകത്തോടെ നോക്കിക്കാണുന്ന പ്രതിപക്ഷം എപ്പോഴാണ് ദന്തഗോപുരത്തിൽ നിന്ന് ഭൂമിയിലേക്ക് ഇറങ്ങുന്നത്? ജനങ്ങൾ ഇവിടെ അനാഥരാണ്. അവർക്ക് നീതി കിട്ടുന്നില്ല. പകരം അനീതിയെ നീതിയായി ചിത്രീകരിക്കുന്നവർ പ്രതിരോധം തീർക്കുന്നു. നിസ്സാര പ്രശ്നത്തിന് എന്തെല്ലാം പരിഹാര മാർഗങ്ങൾ ഉണ്ടായിരുന്നു? അധികാരവും അഹങ്കാരവും തലക്കി പിടിച്ച പക്വത തീരെ തൊട്ടു തീണ്ടിയിട്ടില്ലാത്ത സ്വയം വമ്പ് പറയുന്ന ഒരു മേയർ തലസ്ഥാനത്തിന് ഒരിക്കലും ഭൂഷണമല്ല. മേയർ സഞ്ചരിച്ച കാർ പാളയം മാർക്കറ്റിന്റെ പരിസരത്തേക്ക് എന്തുദ്ദേശത്തിൽ എത്തിയതെന്നതിന് സിപിഎം ഉത്തരം കണ്ടെത്തട്ടെ. അധികാരത്തിന്റെ അപ്പക്കഷ്ണങ്ങൾ തിന്ന് ആസ്വദിച്ച് ആലസ്യത്തിൽ കഴിയുന്ന ഒരു പാർട്ടിക്കും സർക്കാരിനും ഇതൊന്നും തിരിച്ചറിയാനാവാത്ത വിധം മാന്ദ്യം സംഭവിച്ച് പോയോ? തലസ്ഥാനത്തെ ജനങ്ങൾ സമാധാനപ്രിയരും രാഷ്ട്രീയ പക്ഷപാതിത്വങ്ങൾക്കപ്പുറം ചിന്തിക്കാത്ത കഴുതകളും ആയതുകൊണ്ട് ഇവിടെ എന്തും നടക്കുമെന്ന് ജി ശക്തിധരൻ തുറന്നടിക്കുന്നു. ഒരു പരിഷ്കൃത സമൂഹത്തിന്റെ പരിച്ഛേദം ഇവിടെ ഉണ്ടായിരുന്നുവെങ്കിൽ തലസ്ഥാനത്തെ ജനങ്ങൾ നിമിഷങ്ങൾക്കുള്ളിൽ സ്വയം അഗ്നിഗോളങ്ങൾ ആയി തെരുവിനെ ആവേശം കൊള്ളിക്കുന്ന ഒരു മനുഷ്യചങ്ങലയെങ്കിലും തീർക്കുമായിരുന്നു. അതിവിടെ സംഭവിക്കില്ല. കാരണം നഗരവാസികൾ രാഷ്ട്രീയ കങ്കാണികളുടെ കൂച്ചുവിലങ്ങിലാണ്. ഇനിയും എത്ര വേണോ കീഴ്പ്പെട്ടു തരാം എന്നതാണ് അവരുടെ നിസ്സംഗ മുഖങ്ങളിൽ നിന്ന് വായിച്ചെടുക്കാവുന്നത്. KCS മണിമാരുടെ ഗർജനങ്ങൾ ചവിട്ടി അമർത്തിവെച്ച് യോദ്ധാക്കളെ ഷണ്ഡീകരിച്ചുകൊണ്ടിരിക്കുകയാണ് ദല്ലാളുകളെന്ന് അദ്ദേഹം പറയുന്നു. എന്നാൽ ഇതെല്ലാം ആസൂത്രിതമാണോ എന്ന സംശയവും ബാക്കിയില്ലാതില്ല. ജാവേദ്കർ EP ജയരാജൻ കൂടിക്കാഴ്ച വിവാദം തണുപ്പിക്കാൻ CPM ബോധപൂർവം ഇളക്കിവിട്ടതാണോ തിരുവനന്തപുരത്തെ നാടകങ്ങൾ?